സിന്ദാബാദ് സിന്ദാബാദ് മുസ്ലിം ലീഗ് സിന്ദാബാദ്. ഹരിതവർണ്ണമാം കൊടി ചരിതം തീർത്ത ഈ കൊടി, ചാരുതയാൽ ഭാരതത്തിൽ ശാന്തി നൽകും ഈ കൊടി. മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് 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 മുസ്ലിം ലീഗ് സിന്ദാബാദ്. സഹോദരങ്ങളെ, സൃഷ്ടി ഭംഗി കൊണ്ട് പുഷ്ടിപൂരിതമായ നമ്മുടെ കേരളം, അവിടെ മന്ദമാരുതൻ തഴുകിത്തലോടിയും കുഞ്ഞിളം കാറ്റിന്റെ ഇക്കിളിയിൽ ഓളങ്ങളിട്ടും കിന്നാരം പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴ. ആ പുഴയോരത്ത് മനോഹരമായൊരു തറവാടുണ്ട്. സ്നേഹത്തിന്റെ സുഗന്ധവും സാന്ത്വനത്തിന്റെ കുളിരും സാഹോദര്യത്തിന്റെ പരിമളവും പരക്കുന്ന കൊടപ്പനക്കൽ തറവാട്. ശ്രേഷ്ഠ ഗുണങ്ങൾ കൊണ്ട് മലയാള മണ്ണിന്റെ ചരിത്രത്തിൽ ഇരിപ്പ് നേടിയ കേരളീയരുടെ കുടുംബ വീടാണത്. അവിടെ പ്രൗഢപ്രതാപിയായി സൽഗുണ സമ്പന്നനായി ഒരു സൂര്യ തേജസ്സുണ്ടായിരുന്നു. സ്നേഹനിധിയായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആരായിരുന്നു തങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പറഞ്ഞു തീർക്കുക പ്രയാസമാണ്. ഉന്നതനായ ആത്മീയ നേതാവ്, ഉത്കൃഷ്ടനായ രാഷ്ട്രീയക്കാരൻ, ദീർഘദർശിയായ സാമൂഹ്യ പരിഷ്കർത്താവ്, വിജിഗീഷുവായ വിദ്യാഭ്യാസ പ്രവർത്തകൻ, സുസമ്മതനായ സാംസ്കാരിക നായകൻ, നിരാലംബരുടെ ആശ്രിതൻ, അനാഥകളുടെ സംരക്ഷകൻ, യത്തീമുകളുടെ അത്താണി, പാവങ്ങളുടെ പടത്തലവൻ, മതസൗഹാർദ്ദത്തിന്റെ അചഞ്ചലനായ കാവൽക്കാരൻ, എല്ലാമായിരുന്നു പാണക്കാട് തങ്ങൾ. മുസ്ലിം സമുദായം കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്തെ സഞ്ചാരപഥത്തിനിടയിൽ കണ്ടുമുട്ടിയ കലുഷ നിലങ്ങളിലും ചുട്ടുനീറുന്ന കനൽ വഴികളിലും കൈക്കരുത്തിന്റെയും മെയ്ക്കരുത്തിന്റെയും മാർഗത്തിനു പകരം പക്വതയുടെയും വിവേകത്തിന്റെയും സൽവഴികളിലൂടെ ശിഹാബ് തങ്ങൾ സമുദായത്തെ നയിച്ചു. തീവ്രവാദത്തിനും വർഗീയവാദത്തിനുമെതിരെ ആർജവത്തോടെ അടർക്കളത്തിലേക്ക് നെഞ്ചുവിരിച്ചിറങ്ങുവാൻ പാണക്കാട് തങ്ങൾ സന്നദ്ധരായി. ബാബരി മസ്ജിദിന്റെ ധ്വംസനമേൽപ്പിച്ച മുറിവിൽ എരിവ് പുരട്ടി ഈ നാട് കത്തിക്കുവാൻ പലരും ഒരുങ്ങിയപ്പോൾ പാണക്കാട് തങ്ങളുടെ വിവേകപൂർണമായ ആത്മസംയമനത്തിന്റെ താരാട്ട് കേരളക്കരയാകെ അലയടിച്ചു. പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന അപകടഗർത്തങ്ങളിൽ സമൂഹം അകപ്പെടാതിരിക്കാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു. അട്ടഹസിച്ചും ആവേശം കൊള്ളിച്ചും തിളക്കുന്ന ചോരയിൽ പിന്നെയും ഉത്തേജകം നിറയ്ക്കാൻ അല്പബുദ്ധികൾ രംഗപ്രവേശം നടത്തിയപ്പോൾ പ്രതിരോധിക്കാൻ, ആവേശത്തള്ളിച്ചയുടെ അനർത്ഥങ്ങൾ തുറന്നു കാണിക്കാൻ, വികാരം കൊള്ളിപ്പിക്കുന്നവരിൽ നിന്ന് സമുദായത്തെ വിവേകത്തിലേക്ക് നയിക്കാൻ സൗമ്യനും ശാന്തനും പക്വമതിയുമായി ഒരാളെ കേരളക്കരയിൽ ഉണ്ടായിരുന്നുള്ളൂ. സ്നേഹത്തിന്റെ ഗോപുരവും ക്ഷമയുടെ മിനാരവും സമുദായത്തിന്റെ കെടാവിളക്കുമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു അത്. ആ നിലപാടുകൾ സർവകാല പ്രസക്തമായിരുന്നു, സർവജന സ്വീകാര്യമായിരുന്നു, സാരാംശങ്ങൾ നിറഞ്ഞ സൂക്തങ്ങളായിരുന്നു. ആ നേതൃത്വം ഈ നാടിന്റെ സുഹൃതമായിരുന്നു. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവരും ഒരുപോലെ സ്നേഹിച്ച, പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ സാന്ത്വനം കൊതിച്ച, സാമൂഹിക സാംസ്കാരിക നായകർ സാമീപ്യം കൊതിച്ച, എതിർ പാർട്ടിക്കാർ പോലും ആശീർവാദത്തിനായി തലകുനിച്ച, ലോകരാഷ്ട്ര നേതാക്കൾ ബഹുമാനാദരവുകൾ അർപ്പിച്ച മഹാനായ മാതൃകാ പുരുഷൻ. 2009 ഓഗസ്റ്റ് 1 ശഅബാൻ 11 രാവ്. ഉദയസൂര്യൻ പ്രഭ പരത്തി പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് കാണ്ടുപോയി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ജനകോടികളുടെ ഹൃദയാന്തരങ്ങൾ പ്രകാശപൂരിതമാക്കി ഭൂമിക്കുമേൽ നന്മയുടെ 100 പൂക്കൾ വിരിയിച്ച പാണക്കാട്ടെ സൂര്യ തേജസ് എന്നേക്കുമായി നമുക്കിടയിൽ നിന്ന് അസ്തമിക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാടും നഗരവും വിറങ്ങലിച്ചു പോയി. നാടിഞരമ്പുകൾ തളർന്നുപോയി. കരള് പിടയുന്ന വാർത്ത, കണ്ണു നിറയുന്ന കാഴ്ച. കണ്ടവർ പൊട്ടിക്കരയുന്നു. കേട്ടവർ സ്തംഭിച്ചു നിൽക്കുന്നു. ഒടുവിൽ ആ പുണ്യപുരുഷന്റെ പൂമുഖം അവസാനമായി ഒരു നോക്ക് കാണുവാൻ ജനങ്ങൾ പാണക്കാട്ടെ കൊഴുകാൻ തുടങ്ങി. റോഡുകളിൽ വാഹനങ്ങളുടെ പ്രളയം, ഫോണുകളിൽ നിന്ന് വിളികളുടെ പ്രവാഹം. ആർക്കും ആരെയും നിയന്ത്രിക്കാനാകുന്നില്ല.
സ്വയം സമാധാനിക്കാനും കഴിയുന്നില്ല. വിട പറഞ്ഞിരിക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. എല്ലാവർക്കും തങ്ങളോട് ആത്മബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വേദനയായി, തീരാത്ത നൊമ്പരമായി നീറുകയാണ് ആ വേർപാട്. സർവാധിരാജനായ നാഥ, ഈ സമുദായത്തിന്റെ എല്ലാമായ തങ്ങൾ നിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾ അനാഥരായിരിക്കുന്നു, ഞങ്ങൾക്ക് നീ സഹനശക്തി നൽകി സഹായിക്കണമേ നാഥ. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണും കരളുമായ സ്നേഹക്കനിയായ മുത്തു ശിഹാബിന്റെ വഴിയിൽ മുന്നോട്ട് പോകുവാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. മുത്തുകൾ മുത്തം കൊടുത്ത് കത്തിത്തിളങ്ങും നേരത്ത് കത്തുന്ന കനലായി അകത്ത് സത്തിൻ്റെ മൗത്തിൻ സാഴത്ത് ഓർമ്മയിലൊളിലെങ്കും പൂവ് കോമൽ കാനിയാം നിലാവ് ആർക്കും സഹിക്കാത്ത നോവ് ആരും നീകത്തില്ല വിടവ് മുത്ത് റസൂലിൻ 33-ാം മുത്താറ്റൽ പേരക്കിടാവ് ആശ്രിതർക്കാശ്വാസകേന്ദ്രം ആധരങ്ങൾ സൗഹാർദ്ദമന്ത്രം ആശ്രിതർക്കാശ്വാസകേന്ദ്രം ആധരങ്ങൾ സൗഹാർദ്ദമന്ത്രം അന്ന് 11 ശഅബാൻ നമ്മെ പിരിഞ്ഞിതാ പൂമാൻ ഞെട്ടി വീറച്ചു പൊട്ടിക്കരഞ്ഞു തട്ടിത്തകർന്ന മനങ്ങൾ പാണക്കാടിൻ്റെ പിരിശപ്പൂവിൻ്റെ പരിശുദ്ധ ദേഹ വിയോഗം
മുസൽ